ഫ്രണ്ട്സ്, എല്ലാവർക്കും മൺകുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു റോഡ് ട്രിപ്പ് എടുക്കുകയാണ് ഫാമിലി ആയിട്ട് സ്കോട്ട്ലാൻഡിലേക്ക്. UK 4 കൺട്രീസ് കൂടിയതാട്ടോ. അയർലൻഡ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് വെയിൽസ്. ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ പോവാണ് കേട്ടോ. ഈ സ്കോട്ട്ലാൻഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും നോൺ ആയിട്ടുള്ളത് ഇതിൻ്റെ റിച്ച് ഹിസ്റ്ററിയും പിന്നെ അമേസിങ് ലാൻഡ്സ്കേപ്പ് വ്യൂസും കൂടെ ആട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാം ആൻഡ് റിലാക്സ്ഡ് ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോയ ദിവസം ഫസ്റ്റ് ഒരു ഇച്ചിരി മൂടി കിടക്കുമായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല സൺഷൈൻ ഉണ്ടായിരുന്നു കേട്ടോ, സമ്മറായെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒരു കസിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെയാണ്, സ്കോട്ട്ലാൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ കണ്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി കേട്ടോ, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങി. കാരണം ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും. ഈ ഇംഗ്ലണ്ട് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയാണ് സ്കോട്ട്ലാൻഡ് ഇരിക്കുന്നതെന്ന് കാണാൻ. കാരണം എല്ലാവരും പറഞ്ഞത് ഇതിന് 10 ഇരട്ടി ബ്യൂട്ടിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യൂവും ലാൻഡ്സ്കേപ്പും മൗണ്ടെയ്ൻസും ഫൗണ്ടെയ്ൻസും വാട്ടർഫോളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാട്ടോ. നമ്മളിങ്ങനെ എല്ലാ മൗണ്ടെയ്ൻസിലും എല്ലാം നമുക്ക് അവിടെ അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ UK വന്നിട്ട് ഇത്രയും വലിയൊരു കാർ ജേണിയിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു വൺ തിങ് എക്സൈറ്റഡ്. പിന്നെ ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അച്ഛയ്ക്കും 2 ദിവസം അവധി കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ദിവസത്തേന് വേണ്ടിയാട്ടോ ഈ സ്കോട്ട്ലാൻഡിൽ പോകുന്നത്. എല്ലാവരും പറയുന്നത് ഒരാഴ്ച നിന്ന് കാണാൻ പറ്റിയ സ്ഥലമുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ആകെ 2 ദിവസമേ കിട്ടിയുള്ളൂ. അപ്പോൾ 2 ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാം കേട്ടോ. പിന്നെ ഈ സ്കോട്ട്ലാൻഡിലെ ഹൈലാൻഡ്സ് ഏരിയ ആട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കോട്ട്ലാൻഡിലെ നാഷണൽ ആനിമൽ ഒരു യൂണിക്കോൺ ആണ് കേട്ടോ. അത് ഒരു യൂണിക്കോൺ, അത് മിത്തിക്കൽ ക്രീച്ചേഴ്സ് ആണെങ്കിലും അതാണ് അവരുടെ നാഷണൽ ആനിമൽ. പിന്നെ നമ്മുടെ സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോം ഓഫ് എ ലോട്ട് ഓഫ് റിയലി ഐക്കോണിക് മിത്തിക്കൽ ക്രീച്ചേഴ്സ്. ആൻഡ് നമ്മുടെ ഹാരി പോട്ടറിലെ ഒത്തിരി ക്രീച്ചേഴ്സിനും സാധനങ്ങൾക്കും സീനുകളിലും എല്ലാം നമ്മുടെ സ്കോട്ട്ലാൻഡ് നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ JK റൗളിനും ഇവിടെ നിന്നല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നന്നായിട്ട് കുറേ ഇൻസ്പിറേഷൻസ് സ്കോട്ട്ലാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഹാരി പോട്ടറിൻ്റെ കാസ്റ്റ്. പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ട്രീസും ഇവിടെ ആട്ടോ. പിന്നെ എഡൻബ്രോ എന്ന് പറഞ്ഞൊരു സ്മോൾ അല്ല, ഒരു സിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ക്യാപിറ്റൽ ഓഫ് സ്കോട്ട്ലാൻഡ്. അവിടെയാണ് മിക്ക ആൾക്കാരും കാണാൻ പോകുന്നത്. എന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ് കുറേ ഐക്കോണിക് ആയിട്ടുള്ള ഹിസ്റ്ററി സ്പോട്ട്സ്, എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ സ്കോട്ട്ലാൻഡിൽ ഓവർ 3000 കാസിൽസ് ഉണ്ട് കേട്ടോ. ആ ലാൻഡ്സ്കേപ്പിൽ ഡോട്ടഡ് ആയിട്ട് ഒരു 3000 കാസിൽസ് ഉണ്ട്. അതെ. പിന്നെ സ്കോട്ട്ലൻഡ് ഹോം ഓഫ് ഗോൾഫും കൂടെ എന്നാണ് കേട്ടോ പറയുന്നത്. എന്ന് വെച്ചാൽ ഗോൾഫ് ഇവിടെയാണ് ഫസ്റ്റ് ആയിട്ട് ഇൻവെൻ്റ് ആയത്. അപ്പോൾ അതാണ് സ്കോട്ട്ലൻഡ്. ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ സേഫായിട്ട് അമ്മയുടെ കസിൻ്റെ വീട്ടിലെത്തി. ഇനി നമ്മുടെ സ്കോട്ട്ലാൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ബൈ.